ഹായ്, നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ജോയ് നന്ദനത്തിന് ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച്, അതായത് ഇപ്പോൾ ക്രിസ്മസൊക്കെ വരാൻ പോകണം, ഓണം വരുന്നു, അതിൻ്റെ അപ്പുറം ക്രിസ്മസ് വരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു മനോഹരമായൊരു ഭക്തിഗാനം ജോയ് ചേട്ടൻ്റെ, അതായത് ജോയ് നന്ദനം സാറിൻ്റെ, ഞാൻ ജോയ് ചേട്ടൻ എന്ന് വിളിക്കുന്നത് അത്രയും സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് ജോയ് ചേട്ടൻ വിളിക്കുന്നത്. അതുപോലെ ജോയ് നന്ദനം സാറിൻ്റെ ഈണത്തിൽ GK വേലേശ്വരം എഴുതി കൊടുത്ത ഒരു മനോഹരമായൊരു ഗാനം ഇന്ന് ചിട്ടപ്പെടുത്താൻ പോവുകയാണ്. ഇന്നലെയാണ് എൻ്റെ അടുത്ത് ജോയ് സാറ് വിളിച്ച് പറഞ്ഞത്, അച്ചായോ റൂമിൽ വരണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GK വേലേശ്വരം ഒരു മനോഹരമായൊരു ഗാനം എഴുതി തന്നു, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. അപ്പോൾ അതിൻ്റെ സംഗീതം ചെയ്യുന്നത്, ഇതിനെ സംഗീതം ചെയ്യുന്നത് എനിക്ക് നേരിട്ട് ലൈവായിട്ട് എനിക്ക് ചെയ്യണം. എന്നെ സ്നേഹിക്കുന്നവർക്കും അതുമാതിരി എല്ലാവർക്കും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ രാത്രി സമയത്തും സാറിനെ കാണാനായിട്ട് വന്നത്. അപ്പോൾ സാറ് എൻ്റെ അടുത്തുണ്ട്. സാറിനെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എന്താ പറയുക, ഈ അച്ചായൻ്റെ ചാനലിലും ജോയ് സാറിൻ്റെ ചാനലിലും ഇത് ഉള്ള എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ജോയ് ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു സത്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ നമ്മുടെ ജോയ് നന്ദനം സാറ്, നമ്മളെല്ലാവരും അറിയുന്ന നല്ലൊരു പ്രഗത്ഭനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മുൻപും ഞാൻ ഇതുപോലൊരു സ്പോട്ട് ആയിട്ട് ഉള്ളൊരു സംഗീതം ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ എല്ലാവരും ഇരുവൈകൊണ്ടും സ്വീകരിച്ചു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്, അതും നമ്മുടെ GK വേലേശ്വരം എന്ന് പറയുന്ന പണ്ഡിതൻ എന്നാ പറയേണ്ടത്, കവി എന്നാ പറയുന്നത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും മനോഹരമായിട്ട് എഴുതുന്ന ആ വ്യക്തിയുടെ ഒരു ഗാനം ക്രിസ്മസിനോടനുബന്ധിച്ച് ഇറക്കാമെന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ അതിനെ സംഗീതം ചെയ്ത് എല്ലാവരും അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പുതിയ വിശേഷങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ ഓഡിയൻസിനോട് പറഞ്ഞു, ക്രിസ്മസിനോടനുബന്ധിച്ച് മനോഹരമായൊരു ഭക്തിഗാനം. അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GK പോലുള്ള നല്ലൊരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതുന്ന വരികൾക്ക്, വാക്കുകൾക്ക് ഭയങ്കര എന്താ പറയുക, ജീവനുള്ളതാണ്. ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് പറയുകയാണ്, അദ്ദേഹം എഴുതുന്ന വരികൾക്ക് ജീവനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പാട്ട് കമ്പോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ഇതിനു മുമ്പ് നേരത്തെയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീവനുള്ള വരികൾ കിട്ടുമ്പോഴാണ് നമുക്ക് അതിന് ജീവൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇന്നലെയാണ് വരി എഴുത്തരാന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഓഫീസിൽ പോകുന്നു. ഇല്ല, ഇന്നലല്ലോ മെനിഞ്ഞാണ്, അതായത് വ്യാഴാഴ്ച രാവിലെയാണ്. വ്യാഴാഴ്ച രാവിലെയാണ് എഴുതി വ്യാഴാഴ്ച രാവിലെ എഴുതിപ്പോയി. വ്യാഴാഴ്ച ഓഫീസ് ഹാഫ് ഡേ ആയിരുന്നുകൊണ്ട് അത് കിട്ടിയിട്ട് അപ്പോഴും ഓൺ ദ സ്പോട്ടിൽ വെച്ച് ഞാൻ ജനറേഷൻ വിളിച്ചിട്ടൊന്നും തോന്നുന്നു. അല്ല, എനിക്ക് വോയിസ് ഉണ്ടായിരുന്നു. അവിടെ ഓഫീസിലാർക്കോ പാടി കൊടുത്തു. ഓഫീസിൽ ജനങ്ങൾ സ്വീകരിച്ചല്ലോ. അവിടെ എൻ്റെ ഓഫീസിനകത്തിരിക്കുന്ന കുറച്ച് മലയാളികളാണ്, ബാക്കിയുള്ളവരെല്ലാം മറ്റുള്ള നോർത്ത് ഇന്ത്യൻ ഇതൊക്കെയാണ്. അപ്പോൾ അവിടെയും ആ GKയുടെ പാട്ട് ക്ലിക്കായെന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഞാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് നടക്കാൻ പോകാനുള്ള പരിപാടിയുണ്ട്, ഒരു 15 മിനിറ്റ് നടക്കാൻ പോകാറുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഈ GKയുടെ ഈ പാട്ട് എനിക്ക് തോന്നി ഇങ്ങനെ കമ്പോസ് ചെയ്യണം. അത് വേണമെങ്കിൽ ഞാനൊന്ന് പാടത്തില്ല. ഞാൻ ഓഫീസിൽ നിന്ന് പ്രിന്റ് വരെ എടുത്തിട്ട് വന്നായിരുന്നു, പക്ഷെ അത് ഫില്ലായിട്ടില്ല. ഇതിൽ ആശ്രിതർക്കഭയമേകും അനുഗ്രഹമരുളും ദേവാദിദേവനാഥ, ആശ്രിതർക്കഭയമേകും അനുഗ്രഹമരുളും ദേവാദിദേവനാഥ, കനിയണമേയെന്നും അനുകമ്പ തോന്നേണേ രാജാതിരാജന യേശുനാഥ, രാജാതിരാജന പുണ്യാത്മാവേ, ആശ്രിതർക്കഭയമേകും അനുഗ്രഹമരുളും
ദേവനാ യേശുനാഥ. ഇതാ പല്ലവി ഞാൻ പല്ലവി ഞാൻ ഇട്ടേക്കുന്നതാണ്. സൂപ്പറായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. നല്ലൊരു എന്താ പറയാ, നമ്മളെ എല്ലാവരെയും ദൈവത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സംഗീതവും നല്ല വരി. അത് പറയാം, ജിക്കയുടെ വരികൾ പറയാനുണ്ടോ? ഒരു രക്ഷയില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടോ, ഞാൻ ജിക്കെ കണ്ടിട്ടുമില്ല. ആ പുള്ളിക്കാരൻ ദുബായിലാണ്, കാസർഗോട്ടുള്ള GK വേലേശ്വരത്ത്. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് GK ഞാൻ ശരിക്കും ഞാൻ എന്താ പറയണത്, നമിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജിക്കയുടെ വരികൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാൻ പറയാമെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പാത പിന്തുടരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ GK കാണുന്നു. തീർച്ചയായിട്ടും GK അത്രയും നല്ല എഴുത്തുകാരൻ തന്നെയാണ്. അതെ, ഒരിക്കലും എനിക്ക് അദ്ദേഹത്തിന് ഒരിക്കലും താഴേക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അദ്ദേഹം എഴുതുന്ന വരികൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വരികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന ആ ഒരു മഹാകവി എഴുതുന്ന വരികളുണ്ടല്ലോ, നമ്മുടെ മുൻപിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടു പോയതിന് നമുക്കായിട്ട് ദൈവം തന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു GK. പക്ഷേ തീർച്ചയായിട്ടും GK ഞാൻ അഭിമാനിക്കുകയാണ്. GK കുറിച്ച് ഞാൻ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ GKനെ ജനങ്ങൾ അറിയണം, നല്ല നല്ല സിനിമയിലേക്ക് എടുക്കണം, സിനിമയിൽ നല്ല നല്ല ഗാനങ്ങൾ എഴുതണം. അദ്ദേഹത്തിന് വേണ്ട എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കഴിവിനെ പുറത്തെടുക്കണം. തീർച്ചയായിട്ടും അത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ല, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഈ ഒരു ഇൻ്റർവ്യൂവിലാണെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ GKക്ക് നല്ല ഒരു സർവീസരം കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവുണ്ട്. ജാതിയോ മതമോ ഒന്നുമില്ല പറയുന്നത്, സർവീസനം കൊടുത്തിരിക്കുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. തീർച്ചയായിട്ടും അദ്ദേഹം ജനങ്ങൾ അറിയണം. GK അതിനെ ജോയ് സാറ് ഇതുപോലെ നല്ല GKയുടെ വരികൾക്ക് സംഗീതം കൊടുത്ത് അതിനെ നമ്മൾ കാസറ്റാക്കിയിട്ടും CD-യിലാക്കിയിട്ടൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, യൂട്യൂബിലൊക്കെ എത്തിക്കുമ്പോൾ GK വേലേശ്വരം ആരാണ് എന്നുള്ളത് പ്രഗത്ഭരായ വ്യക്തികൾ, നമ്മളെക്കാൾ പ്രഗത്ഭരായ വ്യക്തികൾ ഇഷ്ടം പോലെ അവർ കണ്ട് GKനെ ആരാണ് GK വേലേശ്വരം എന്ന് അന്വേഷിക്കണം. GK വേലേശ്വരത്തിന്റെ പുറകെ പോകണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ നമുക്ക് അതിന് വഴികാട്ടി തന്നെയാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അത് ഒരുപാട് സന്തോഷം ചോദിച്ചത്. അത് വെച്ചാൽ ഇതുപോലെ ഇത്രയും കഴിവുള്ള വ്യക്തികളെ സമൂഹത്തിലേക്ക് എടുത്തു കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, അത് അവരൊന്നും അടഞ്ഞിരിക്കേണ്ട ചിപ്പികളല്ല. ഒതുങ്ങി മാത്രം അല്ല. ഇപ്പൊ പുള്ളി പിന്നെ പുറത്ത് ദുബായിലാണെന്ന് പറഞ്ഞു അല്ലേ? ദുബായിൽ എപ്പോൾ വിളിച്ചാലും കിട്ടും. അതല്ല അത് ജോലി, നമ്മുടെ ജീവിതം, ജീവിത സാഹചര്യമാണ്. അപ്പം അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുള്ള പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ GKനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു ഇന്നലെ കണ്ട് വോയിച്ചിട്ടായിരുന്നല്ലോ. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ഇട്ടുണ്ട്. GKയുടെ വരികളെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനത്ത്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വരികളാണ്. ഈ വരികൾ തന്നെ കണ്ടില്ലേ, ചരണം തന്നെ കണ്ടില്ലേ? അല്ല, ഇത് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും എഴുത്തെന്ന് ചോദിച്ചാൽ പറ്റില്ല. GKയുടെ വരികൾ അല്ല, GKയുടെ പറ്റൊന്നുമില്ല. GK എഴുതുന്നതിന്റെ വരികളുടെ ഒരു എന്താ പറയുക സൗന്ദര്യം ഇതൊക്കെയാണ്. ആശ്രിതർക്കഭയമേകും അനുഗ്രഹമരുളുന്ന ദേവാനുദേവനാം യേശുനാഥ. ഈ സന്നിധി കൊടുക്കാൻ പറ്റണമെങ്കിൽ ആ വരികൾ വേണം. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ആ സമയത്ത് നമ്മൾ കണ്ടുകൂട്ടിയതും നമ്മൾ ഈ വരികളെ നമ്മൾ സ്പോട്ടിൽ അതിന് സംഗീതം കൊടുത്തതും എല്ലാതും ഒരുപാട് സന്തോഷം. വീണ്ടും മനോഹരമായ ഗാനങ്ങളുമായി നമ്മൾ എനിക്ക് GK ഒന്നും നല്ല നിലയിൽ ഈ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ GK ഒന്ന് രക്ഷപ്പെടണം. സമൂഹത്തിൽ GK ഒന്ന് അറിയപ്പെടുന്ന വേലേശ്വരം എന്ന് പറയുന്ന വ്യക്തിയെ സമൂഹം അറിയണം. തീർച്ചയായിട്ടും GK വേലേശ്വരം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ലോകം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ വരികളാണ് ഞാൻ ഇവിടെ ഈ മൂളിയത്. നല്ല വരികളാണ്. അപ്പോൾ ദയവായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം കൂടി നല്ല ഒരു ലെവലിൽ വരണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. GK വേലേശ്വരത്തിന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ജോയ് സാറിൻ്റെ മനോഹരമായ ഗാനങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ അച്ഛൻ പോവാണ്. വീണ്ടും വരും മനോഹരമായ കഥകളും വിശേഷങ്ങളുമായിട്ട്. ഓക്കെ, അതുവരെ ഓക്കെ, ബൈ.